ഹലോ ഗൈസ്, അപ്പം വീണ്ടും മറ്റൊരു ബോറിംഗ് ബ്ലോഗായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. കുറേ നാളെ ബ്ലോഗ് ഇട്ടിട്ട് ക്ലാസ്സും ഡ്യൂട്ടിയൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പം ഞാനൊരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ട് സ്വിറ്റ്സർലാൻഡിലോട്ട്. 1 ഡേ ട്രിപ്പാണ്. എങ്ങനെയാണ് പോകുന്നത്, ആരുടെ കൂടെയാണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പം നമുക്ക് ഇപ്പം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് ഒരു ഹൗട്ട് ബാനോഫി ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നത്. അത് നല്ല മഴയും തണുപ്പൊക്കെയാണ്. അപ്പം ഇറങ്ങാൻ ടൈമായി. ബാക്കി കാര്യങ്ങൾ ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യാം. പുറത്ത് നല്ല മഴയും മഞ്ഞൊക്കെ ഉണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷനോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കോടയൊക്കെ ഇറങ്ങി കിടപ്പുണ്ട്. ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ചാറ്റൽ മഴയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. റോഡിലൊന്നും ഒറ്റ മനുഷ്യർ പോലും ഇല്ല. യെസ്, അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇനി ഇവിടുന്ന് ട്രെയിൻ പിടിക്കണം. നല്ല തണുപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ പോകുന്നത് സ്റ്റുഡി ഫാർട്ട് എന്ന് പറഞ്ഞൊരു ട്രാവൽ ഏജൻസിയാണെന്ന് തോന്നുന്നു. അവരോടെയാണ് പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പം ഡെയിലി ഡ്യൂട്ടിയും ക്ലാസ്സസൊക്കെ ആയിട്ട് മടുത്ത് അപ്പോൾ ഒരു മൈൻഡൊന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. പെട്ടെന്നെടുത്ത ഡിസിഷനായിരുന്നു. അപ്പം ഇവിടുന്ന് മെയിൻ സ്റ്റേഷൻ എത്തണം. അവിടുന്ന് എൻ്റെ ഫ്രണ്ട് ചേച്ചി ഞങ്ങളോട് ജോയിൻ ചെയ്യും. ബാക്കി വഴിയെ കാണാം. അങ്ങനെ ട്രെയിൻ കയറി. അധികം ആൾക്കാരൊന്നുമില്ല. Nächste Station പിന്നെ അവിടെ Ausstieg in Fahrtrichtung rechts. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. നല്ലൊരു പണി കിട്ടി എനിക്ക് പോസ്റ്റായിട്ടിരിക്കേണ്ടി വന്നു. കാരണം എനിക്ക് എത്തേണ്ട സ്റ്റേഷന് മുന്നേ ഒരു മെയിൻ സ്റ്റേഷനുണ്ട്. അവിടെ ഏകദേശം ഒരു 45 മിനിറ്റ്സ് ട്രെയിൻ പിടിച്ചിട്ടായിരുന്നു. ഡോയ്ച്ച്ലാൻഡ് ജർമ്മനിയിൽ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ട്രെയിൻ എടുത്തു. എനിക്ക് എത്തേണ്ട സ്റ്റേഷൻ എത്തി. പുറത്തിറങ്ങിയപ്പോൾ അവിടെയും മഴയും തണുപ്പും. രാത്രി ഏകദേശം ഒരു 12-12:30 പക്ഷേ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇനി ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിലോട്ടാണ് പോകേണ്ടത്. എനിക്ക് വഴി അറിയില്ലായിരുന്നു. ലാസ്റ്റ് മാപ്പൊക്കെ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയും ചാറ്റൽ മഴയും തണുപ്പുമാണ് സഹിക്കാൻ വയ്യാത്തത്. അങ്ങനെ ഫൈനലി മാപ്പ് നോക്കി ഞാൻ ഞങ്ങളുടെ ബസ് വരുന്ന സ്റ്റോപ്പിലെത്തി. ഇനി ബസ് വരാൻ ഒരു 20 മിനിറ്റ്സ് എടുക്കും. ബസ് വന്നതിൻ്റെയോ കയറുന്നതിൻ്റെയോ ഒന്നും ക്ലിപ്സ് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ മറന്നുപോയി. ബസ് വന്ന തിരക്കിൽ എല്ലാവരും കയറുന്നതുകൊണ്ട് അതെടുക്കാൻ ഞാൻ വിട്ടുപോയി. അങ്ങനെ സ്വിറ്റ്സർലാൻഡ് എത്തുന്നതിന് മുമ്പൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. സ്ഥലമൊന്നും ഓർമ്മയില്ല. ബോർഡറിൽ എവിടെയാണ് ജർമ്മനി സ്വിറ്റ്സർലാൻഡിൻ്റെ. അപ്പോൾ ഒരു കോഫി ബ്രേക്കിനും പിന്നെ ഫ്രഷ് ആവാനും വേണ്ടിയിട്ട് നിർത്തിയതാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കയറി ഒരു കോഫിയൊക്കെ കുടിച്ചു. തിരിച്ച് ബസ്സിൽ കയറി ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേന് കണ്ട കാഴ്ചയാണ് ഇത്. എനിക്ക് തോന്നുന്നു സ്വിസ് ആൽപ്സിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഫുള്ള് സ്നോ ആയിട്ട് കവേർഡായിട്ട് ഇരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഹാപ്പിയായി. കാരണം ജർമ്മനി വന്നിട്ട് ഇതുവരെ ഞാൻ സ്നോ കണ്ടില്ലായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേന് സ്വിറ്റ്സർലാൻഡ് എത്തി. ഇവിടുന്ന് ഞങ്ങൾക്ക് ഇനി അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പം ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് പോകേണ്ടത്. I recommend you first you can go to the Lauterbrunnen. You can buy the tickets for Lauterbrunnen, then Grindelwald, then Interlaken. Okay. No? Finish the first, okay? I have to check. നമ്മൾ ജർമ്മനിയുടെ ഉൾഗ്രാമങ്ങളിൽ കൂടെ അഗാധമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞ ഇവിടെ എവിടെ തിരിഞ്ഞാലും നല്ല അടിപൊളി സീനറീസാണ്. ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം ഇന്റർലാക്കനാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഞങ്ങൾക്കൊരു ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് ഇനി പോകേണ്ട ഡെസ്റ്റിനേഷൻ ലൗട്ടർബ്രൂണൻ എന്ന് പറഞ്ഞൊരു വില്ലേജാണോന്ന് അറിയില്ല. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടൊരു 3-വേ ടിക്കറ്റ് എടുക്കണം. 3 പ്ലേസസിലോട്ട് ഞങ്ങൾക്ക് പോകാനുണ്ട്. അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് എടുക്കണം. അപ്പം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയാണ്. 2 സൈഡും ബ്യൂട്ടിഫുൾ പ്ലേസസാണ്. വളരെ ബ്യൂട്ടിഫുൾ സീനറീസാണ് കാണാനുള്ളത്. അങ്ങനെ പോകുന്ന വഴിക്ക് അവിടുത്തെ ഒരു സൈൻ ബോർഡിൽ കണ്ടതാണ് ഇന്ത്യ വില്ലേജ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. യെസ്, ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിനിൻ്റെ ടിക്കറ്റ്.
ഇതാണ് ഞങ്ങൾക്ക് പോകേണ്ട മാപ്പ്. ഇപ്പോൾ ഇൻ്റർലാക്കിനിൽ നിന്ന് നേരെ ലൗട്ടർബ്രൂണിൽ പോകണം, അവിടെ നിന്ന് ഗ്രീൻവാൾഡ് പോകണം, നേരെ തിരിച്ച് വീണ്ടും ഇൻ്റർലാക്കിനിൽ വരണം. അങ്ങനെ ഫൈനലി ഞങ്ങൾ ലൗട്ടർബ്രൂണിലെത്തി. വരുന്ന വഴിക്ക് ഫുള്ള് മഞ്ഞുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നല്ല ഹാപ്പിയായി. കാരണം ഇതും മഞ്ഞ് ഉണ്ടാവോ ഇല്ലെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പം ഫുള്ളി കവേർഡ് വിത്ത് സ്നോ. സോ ഐ എം സോ ഹാപ്പി ടു സീ ദാറ്റ്. സ്വിറ്റ്സർലാൻഡിൽ നമ്മുടെ ഇന്ത്യൻ ഭാഷയൊക്കെ എഴുതിയിട്ടുണ്ട്. സ്വാഗതം. അപ്പോൾ അവിടുന്ന് മലയുടെ മണ്ടിക്ക് പോകണമെങ്കിൽ ഒരു കേബിൾ കാറും പിടിക്കണം. അവിടുന്ന് മാറി ഒരു ട്രെയിനും കയറണം. അപ്പം കേബിൾ കാർ കയറുന്ന ഒന്നും എടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഫുള്ളി ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് കേബിൾ കാർ കയറി ഇനി ഇവിടുന്ന് നേരെ കേബിൾ കാർ ഇറങ്ങുന്ന സ്ഥലത്തുനിന്ന് ഒരു ട്രെയിൻ പിടിച്ചിട്ട് വേണം ഈ മലയുടെ മണ്ടയ്ക്ക് എത്താനായിട്ട്.
എന്നെ തന്നെ എടുത്ത് നോക്കിയത്. മറ്റേ പുറത്ത് അവിടെ സാധനം ട്രൈപോഡ് ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ. നമുക്ക് മറ്റേ ഇത് വെച്ചിട്ട് നമ്മളങ്ങനെ ട്രെയിൻ വന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ ലൈഫിൽ ഫസ്റ്റായിട്ടാണ് ഞാൻ ഇത്രയും സ്നോ ഒക്കെ കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ ഫോണിൽ എത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു പ്രത്യേക ഭംഗിയാണ്. തലമുക്കി മുക്കട്ടെ. ഓം കുറിയും കുട്ടിച്ചാത്ത തലവിടെ സാഷ്ടാമം പ്രണമിച്ചിരിക്കുന്നു. കിട്ടിയില്ല. ഫേസ് പതിഞ്ഞിട്ടെങ്കിലും കൈ രണ്ടും പതിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഓർത്ത് അല്ല, ഹോസ്പിറ്റലൊന്നുമല്ല ഇത്. ഇതെനിക്ക് വീട് കാണിച്ചു തരാൻ വന്നപ്പോൾ അവർ കുറേ തന്നതാ. മൊത്തം തണുപ്പാണ് കൈസ്. തണുപ്പൊന്നും ഇല്ലല്ലേ, സ്നോയുടെ അത്രയും തണുപ്പൊന്നും ഇല്ല. പക്ഷെ ഇത്രയും സ്നോ ഉണ്ടെങ്കിലും തണുപ്പ് അത്ര ഇല്ലേ, തണുപ്പ് തോന്നില്ല. അതാ മഞ്ഞി പോയെന്ന് മുഖം മുക്കി ഫേഷ്യൽ ചെയ്ത. ഇൻസ്റ്റയിലൊരു റീൽ കണ്ടിട്ട് പോയിട്ട് ഫേസ് ഷേപ്പ് കിട്ടുമെന്ന് വിചാരിച്ച് സ്നോയിൽ തല മുക്കിയതാണ്. പക്ഷേ ഫേസ് ഷേപ്പൊന്നും കിട്ടില്ല. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു സ്നോയ്ക്ക്. അങ്ങനെ മൂക്കൊക്കെ ചുവന്ന് കണ്ണിൽ നിന്നൊക്കെ വെള്ളമൊക്കെ വന്ന്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇവിടെ തണുപ്പ് കുറവാണ്. സ്നോ ഉള്ളതിൻ്റെ അത്രയും തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങൾ വന്ന് നിന്ന് ഇൻ്റർലാക്ക് എന്ന സ്ഥലത്ത് നല്ല തണുപ്പായിരുന്നു. അവിടെയാണെങ്കിൽ സ്നോ ഇല്ലായിരുന്നു. സ്നോഫോൾ സ്ലോ മോഷൻ എടുക്കാം എന്ന് വിചാരിച്ച് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. പക്ഷേ സ്ലോ മോഷനൊന്നും കിട്ടിയില്ല. ഫോണും ബാഗും മൊത്തം സ്നോ കൊണ്ട് നനഞ്ഞ്. വേറെ പ്രത്യേകിച്ചൊന്നും ഇതുകൊണ്ട് കിട്ടിയില്ല. ഈ ബാഗ് തുടങ്ങി ഡയലോഗ് പോയില്ലേ? ആ പറ ഒന്നുകൂടെ കാച്ചി. മഞ്ഞുണ്ടാക്കറിയില്ല. ആ ഉണ്ടാക്കാ തന്നെ. എടുക്ക് എടുക്കങ്ങോട്ട്. എന്നിട്ട് എടാ കുറച്ച് വലുതുണ്ടാക്കണേ കാണണമെങ്കിൽ. ഇങ്ങനൊന്നും അല്ല ഇത് അതല്ല. എന്റെ കോവർക്കറിന്റെ ഇടപെടുന്ന മൂലം ആയിട്ടത് കുറച്ചുകൂടി വലുതാക്കും. വലിയ തണുപ്പൊന്നുമില്ല ഗൈസ്. കാരണം കൈവരയിച്ചു. മടിയും മല ചുമക്കും പറഞ്ഞ സാധനം ഇതാണോ? ഉണ്ടാ മതിയോടാ നിനക്ക്? ആ മതി. നീ എവിടെ ആദ്യത്തെ ഉണ്ട സക്സസ്ഫുള്ളി നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. 3 ഉണ്ട കാണാം.
വല്ലവന്റെ വീട്ടുമുറ്റത്ത് വന്നിട്ടാണ്. അല്ലത് ഇതല്ലല്ലോ. ഇങ്ങനൊന്നും അല്ലടാ ഇത്. നമുക്കൊന്ന് പോണ്ടേ? ഒരു ഉണ്ട പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇവന്റെ വീഡിയോ കഴിഞ്ഞു. ഇത് മൂക്ക്. ആ ഉണ്ട. ഇതൊരു കൈ. ഏത് സ്നോമാൻ? ഏയ്, ആ ഈ കണ്ണ് അയ്യോ അങ്ങനെ സ്നോമാനൊക്കെ ഉണ്ടാക്കി കുറേ നേരം അവിടെ കിടന്ന് മഞ്ഞിൽ കളിച്ചിട്ട് ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങി വരികയാണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് ഗ്രിൻഡ്വാൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പോൾ ഇവിടുന്ന് പോകാൻ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സ് വരുന്നില്ല. കുറേ നേരം നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ടൈം ലിമിറ്റ് ഉണ്ട്. ഈവനിങ് 6 PM ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത ലൊക്കേഷനിൽ എത്തണം. അവിടുന്ന് വേറെ ലൊക്കേഷനോട്ട് പോകാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് ഗ്രിൻഡ്വാൾഡിലും പോകണം. അതുകൊണ്ട് ഞങ്ങൾ നേരെ ട്രെയിൻ കയറാൻ വേണ്ടി തിരിച്ച് പോവുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് താഴോട്ട് പോകാനുള്ള കേബിൾ കാറ്. ഇതേ സെയിം കേബിൾ കാറിൽ തന്നെയാണ് ഞങ്ങൾ മേലോട്ട് വന്നത്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ട കാഴ്ചയാണ്. മലമുകളിൽ നിന്ന് മഞ്ഞ് വന്ന് വീഴുന്നതാണ്. ആദ്യം വിചാരിച്ച് വാട്ടർഫോൾ ആയിരിക്കുന്നു, പക്ഷേ അല്ല. അങ്ങനെ ലൗട്ടർബ്രൂണിൽ നിന്ന് ഞങ്ങൾ ഗ്രിൻഡൽവാൾഡ് സ്റ്റേഷനിലെത്തി. ഇവിടെയും ഫുള്ള് സ്നോ ആണ്. പഴയ ഒരു ട്രെയിനൊക്കെ കിടപ്പുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അങ്ങനെ രാവിലെ തൊട്ട് ഞങ്ങളൊന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ വിശന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി ഒടുക്കത്തെ പൈസയാണ്. ഈ 3 സാധനത്തിന് നാട്ടിലത്തെ ഏകദേശം ഒരു 1800 അത്രയും രൂപ വരും കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു ക്രിസ്മസ് മാർക്കറ്റാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി പോയി. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. 2 മലകളുടെ തൊട്ട് താഴെയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഫോണിൽ എത്രത്തോളം കണ്ട അറിയാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. സ്വേറ്റർ അടിക്കണ്ട. ഞാൻ തകർക്കാൻ വേണ്ടി നിൽക്കണം. ഇവിടെ അവിടുന്ന് മാറുന്നില്ല. പുറയിൽ നല്ല വ്യൂ അല്ലേ, ക്യാമറയിൽ കിട്ടുന്നു. നോക്ക്
ഏതാ റബ്ബർ ഫുഡാന്ന് തോന്നുന്നു. ഇവിടെ 2 മാസം നിന്നാ നമ്മള് വെളുത്ത് തുടുത്ത് അനുജൊക്കെ മലയാളിയാണോ? അയ്യോ ചേട്ടാ, ചേട്ടൻ ഏതാണ് ചേട്ടാ? സെലിബ്രിറ്റി അല്ലേ ചേട്ടൻ? ചേട്ടനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഒരു ചലഞ്ച് തരട്ടെ. ഈ ചേച്ചിയുടെ മുടി 30 സെക്കൻഡിൽ എണ്ണി തീർത്താ ഒരു മുടിക്ക് 30 രൂപ വെച്ച് തരും. 30 യൂറോ ആണെങ്കിൽ നോക്കാം. 30 യൂറോ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ? കൊച്ചു വീട് മിക്കാറും ഞാൻ ഇന്ന് ചറുക്കി വീഴും. അതെ, നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയില്ല. മറ്റേ മലയുടെ വണ്ടിക്ക് പോകുന്നുണ്ടോ? യുങ്ഫ്രൗ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പ്ലേസിൽ തന്നെ തിരിച്ചെത്തി. ഇവിടെ നിന്നപ്പം അവിടത്തേക്കാളും നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞങ്ങളൊന്ന് സ്കാർഫൊക്കെ എടുത്തിട്ടു. വേറെയും കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. ഞങ്ങൾക്കൊരു ബ്രോഷർ തന്നായിരുന്നു. പക്ഷേ എന്താ പറയുക, അവിടെ ഒന്നും പോകാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ ഓൾറെഡി ടൈം 3 or 4 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുത്ത് എന്തെങ്കിലും പ്ലേസസ് ഉണ്ടോ എന്ന് ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുകയായിരുന്നു. നല്ല തണുപ്പുണ്ട്. ആ സ്നോ മൗണ്ടൻ്റെ അവിടത്തേക്കാളും നല്ല തണുപ്പുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് കിട്ടിയ ബ്രോഷർ നോക്കി, പക്ഷേ എല്ലാം അത്യാവശ്യം ദൂരമുണ്ട്. പോയിട്ട് തിരിച്ച് 6 മണിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ കാണുന്ന ട്രെയിൻ പോലത്തെ ഒരു സംഭവം മലമുകളിലോട്ട് പോകുന്നതാണ്. അതിൻ്റെ മണ്ടയ്ക്ക് എന്താ വ്യൂ ഉണ്ട്, അവിടെ കയറിയാലൊന്നും ആലോചിച്ചു. പക്ഷേ ലാസ്റ്റ് ട്രെയിനാണ് പോയിട്ട് വരുന്നത്, അതും പറ്റിയില്ല. പിന്നെ ഞങ്ങളിവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരികയായിരുന്നു. പാരാഗ്ലൈഡിങ് ചെയ്യുന്നവരുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഫൈനലി സ്നോ ഒക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു. വേറെ കുറേ സ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം തികയുന്നില്ല. ഇവിടെ 6 മണിക്ക് ബസ് വരും. ഇവിടെ നിന്ന് വേറൊരു സ്പോട്ടിലോട്ട് പോകും. വ്ളോഗാ. എന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ബസ് വരുന്ന ഏരിയയിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, പക്ഷേ സ്നോ ഉള്ള സ്ഥലത്ത് തണുപ്പത്ര ഇല്ലായിരുന്നു. ഞാൻ ക്യാപ്പും സ്കാർഫും ഇട്ടിട്ടില്ലായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇനി ഇവിടുന്ന് നേരെ ഭയം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ബസ് വരെ ഒരു 1/2 hour കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ അടുത്തുള്ള ഒരു സുവനീർ ഷോപ്പ്, 1-2 സുവനീർ ഷോപ്പിൽ കയറി എന്തെങ്കിലും മേടിക്കാമെന്ന് കരുതിയിട്ട്. പക്ഷേ എല്ലാം കൊടുക്കുന്നത് വിലയാണ്. അങ്ങനെ ഞങ്ങൾ നോക്കി നടക്കുന്ന സീൻസാണ്. ഇവിടെ എത്ര? 24 കാണുമ്പോൾ ചെറിയ ചേട്ടാ, അതിനെന്താ വില? വേണ്ട.
ബസ് വന്നതും പിക്ക് ചെയ്തതൊന്നും വീണ്ടും എടുക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ ബസ്സിൽ കയറി ഉറങ്ങി. അപ്പോഴത്തേനും ഒരു 1.5 hour ഞങ്ങൾ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു ഇങ്ങനെ ബേൺ എന്ന് പറഞ്ഞ സ്ഥലം എത്തി, 2 മണിക്കൂറുണ്ട്, നിങ്ങൾക്ക് കണ്ടിട്ട് വരാൻ കുറേ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞൊരു ബ്രോഷറൊക്കെ തന്നായിരുന്നു. പക്ഷേ ഈ നൈറ്റിൽ മിക്കയിടത്തും ക്ലോസ്ഡ് ആണ്, ഒന്നും കാണാനും പറ്റിയില്ല. അപ്പം 2 മണിക്കൂർ വെറുതെ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സിറ്റി കൂടെ നടന്നു. ഒരു നൈറ്റ് വാക്കിന് പറ്റിയ ആംബിയൻസ് ആയിരുന്നു. നല്ല നല്ല ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ നല്ല വിശന്നായിരുന്നു. പിന്നെ എവിടെയെങ്കിലും കഴിക്കാൻ കയറാമെന്ന് വിചാരിച്ചു. കുറേയൊക്കെ നോക്കി, മിക്കയിടത്തും ക്രൗഡഡാണ്. പിന്നെ വരുന്ന വഴിക്കൊരു മെക്ഡൊണാൾഡ്സ് കണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഒരു ബർഗറും ക്യാപ്പുച്ചീനൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അവിടെ നല്ല ക്രൗഡായിരുന്നു. ലാസ്റ്റ് ഫുഡ് കിട്ടി, അവിടുന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ബസ്സിലോട്ട് പോവുകയായിരുന്നു. ഇതാണ് ഞങ്ങൾ വന്നിരുന്ന ബസ്. ഒരു 1:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ജർമ്മനിയിൽ എത്തിയായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുന്ന് എനിക്കിപ്പോൾ ട്രെയിൻ ഇല്ല. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കിയപ്പോൾ അവിടുത്തെ ഫ്രണ്ട് ഗേറ്റും എല്ലാ ഗേറ്റും ക്ലോസ്ഡ് ആണ്. 1:30 to 4:30 ഡോർസ് എല്ലാം ക്ലോസ്ഡ് ആണ്. അത് എന്ത് റൂളാണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു അണ്ടർ ടണൽ ഉണ്ടായിരുന്നു, ആ കാര്യം എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഒരു 4:30 ആയപ്പോഴാണ് എനിക്ക് ട്രെയിൻ കിട്ടി വീട്ടിൽ പോയത്. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു ലൈക്കും കമൻറ്റും ഷെയറും. അപ്പം മറ്റൊരു വ്ളോഗിൽ കാണുന്നവരേക്കും ചൂസ്.